നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൻ്റെ പ്രചാരണം കേരളത്തിൽ അവസാനിക്കുകയാണ്. ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. 10 വർഷത്തെ സംഘപരിവാർ ഭരണം സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതപൂർണമാക്കിയത് മാത്രമല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഫെഡറലിസവും മതനിരപേക്ഷതയും നിലനിൽക്കണോ എന്ന ചോദ്യവും പ്രധാന വിഷയവുമായി ഉയർന്നു കഴിഞ്ഞു. കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് നേതൃത്വം നൽകുന്ന BJP ഭരണത്തിന് ഒരവസാനം വേണമെന്നുള്ളത് ഇന്ത്യയുടെ പൊതുജനങ്ങൾക്ക് തോന്നിയ ഒരു പൊതുവികാരമാണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന സവിശേഷതയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി സീറ്റോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ BJPക്ക് ആ സീറ്റുകൾ ഇപ്പോഴെന്തായാലും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അതവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. മോദിജി തള്ളിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ തള്ളിക്കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. 400 കടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടുന്ന സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ അവരോട് പറഞ്ഞാലോ? എന്തായാലും ഇത്തവണ അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയില്ല. ഹിറ്റ്ലറുടെ ആശയങ്ങളിൽ പ്രചോദിതമായി രൂപീകരിച്ച RSS നയിക്കുന്ന BJPക്ക് നുണപ്രചാരണത്തിലാണ് ഇപ്പോൾ കൂടുതൽ കമ്പം. നുണകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിൽ BJPക്ക് അന്നും ഇന്നും ഒരു പ്രത്യേക കഴിവാണ്. പ്രധാനമന്ത്രി മുതൽ പ്രാദേശിക നേതാക്കൾ വരെ നുണ പലതവണ ആവർത്തിച്ച് സത്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ്. പരസ്യങ്ങളായും പ്രസംഗങ്ങളായും നുണയുടെ കുത്തൊഴുക്ക് കേരളത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രധാന സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള ഐക്യം BJPയെ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടിയായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. ത്രികോണ മത്സരത്തിന് പോലുമുള്ള ശേഷി BJPക്ക് ഒട്ടുമില്ല. ആവതില്ല എന്ന് പറയുന്നതാണ് ശരി. അഖിലേന്ത്യാ തലത്തിൽ എതിർക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസ് അതിൽ നിന്നെല്ലാം ഒളിച്ചോടി കേരളത്തിലെ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ സർവ്വ ഊർജവും എടുക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. BJPയെ പേടിച്ച് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ശരിക്കും മണ്ടനാണോ? 80 സീറ്റുള്ള UPയിൽ SPയുടെ സഹായത്തോടെ 17 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസിന് അവരുടെ സ്ഥിരം മണ്ഡലമായ അമേഠിയയിലും റായ്ബറേലിയിലും രാഹുലിനെയോ പ്രിയങ്കയെയോ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല. അത്രയ്ക്ക് ദയനീയമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. BJPയെ പേടിച്ച് പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിക്കാൻ പോലും അനുവദിക്കാത്ത കോൺഗ്രസ് BJPയുടെ ഇന്ത്യ വിരുദ്ധ നയങ്ങളെയും എതിർക്കാൻ പേടിക്കുകയാണ്. മൊത്തത്തിൽ കോൺഗ്രസിന് മന്ദത ബാധിച്ച അഴകുഴഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് മുന്നിലെന്നത് എല്ലാവർക്കും അറിയാം. പാർലമെന്റിനകത്തും പുറത്തും BJPയുടെ ജനവിരുദ്ധമായ നയങ്ങളെ എതിർക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ.